ഇനി 12 മണിക്കൂർ എന്ന് പറയുമ്പോൾ അതിന്റെ കൗണ്ട് ഡൗൺ ആരംഭിക്കേണ്ടിയിരിക്കുന്നു. ഓരോ നിമിഷവും ടിക് 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 എന്ന് കൊഴിഞ്ഞു വീഴുമ്പോൾ അതേ ആവേശത്തിൽ, അതിന്റെ ഇരട്ടി ആവേശത്തിൽ നാളെ വോട്ട് ചെയ്യാനിരിക്കുന്ന വോട്ടർമാർ ഇന്ന് രാത്രി അത്താഴം കഴിച്ച് ഉറങ്ങാൻ കിടക്കുമ്പോൾ എടുക്കുന്ന തീരുമാനം എന്തായിരിക്കുമോ ആ തീരുമാനമായിരിക്കും നാളെ നടപ്പാക്കപ്പെടുന്നത്. ഇനി അതല്ല, നാളെ നേരം വെളുത്തു വരുമ്പോഴേക്കും മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവരുന്ന പ്രധാനപ്പെട്ട ഒരു വാർത്തയുടെ തലക്കെട്ടിൽപ്പെട്ട് അതിന് കീഴടങ്ങി അതിനനുസരിച്ച് ഇന്ന് രാത്രി എടുത്ത തീരുമാനം മാറ്റുമോ വോട്ടർമാർ? ചേലക്കരയിലെ വോട്ടർമാർ കേരളത്തിന്റെ മൊത്തം ജനതയുടെ മനസാക്ഷിയുടെ വികാരവുമായിട്ടായിരിക്കുമോ പോവുക, അതോ ചേലക്കരയിലെ സവിശേഷ പ്രശ്നം മനസ്സിൽ വെച്ചിട്ടായിരിക്കുമോ? വയനാട്ടിലെ വോട്ടർമാർ വയനാട്ടിലെ ജനതയുടെ മാത്രമല്ല ഈ കേരള ജനത മൊത്തം ഈ കഴിഞ്ഞ LDF ഭരണത്തെ വിലയിരുത്തിക്കൊണ്ട് തങ്ങളുടെ വോട്ട് നിക്ഷേപിക്കാൻ പോകുമോ, അതോ വയനാടിന്റെ സവിശേഷ പ്രശ്നങ്ങൾ മാത്രം ഉറപ്പിച്ചുകൊണ്ട് അത് ഹൃദയത്തിൽ വെച്ചുകൊണ്ടായിരിക്കുമോ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിലേക്ക് 12 മണിക്കൂർ കഴിയുമ്പോൾ വിരലമർത്തുക? KC ഉണ്ണികൃഷ്ണൻ ചേരുന്നു. ഈ നിമിഷങ്ങളിൽ ഇന്ന് നിശബ്ദ പ്രചാരണം പൂർത്തിയായി. ഇന്നത്തെ ഈ രാത്രി മാത്രമാണ് ഉപതെരഞ്ഞെടുപ്പിന്റെ പാലം കടക്കാനുള്ള ദൂരം എന്ന് പറയുന്നത്. എവിടം വരെയായി ഏറ്റവും ഒടുവിലത്തെ ഒരുക്കങ്ങൾ KC ഉണ്ണികൃഷ്ണൻ? MS ബൂത്തുകൾ എല്ലാം തന്നെ സജ്ജമായി എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയും. എന്തായാലും ഇന്ന് നിശബ്ദ പ്രചാരണമായിരുന്നു. സ്ഥാനാർത്ഥികളും അതോടൊപ്പം തന്നെ പ്രവർത്തകരും എല്ലാം തന്നെ അവസാന വോട്ടുറപ്പിക്കാനുള്ള ഓട്ടിൽ തന്നെയായിരുന്നു. എന്തായാലും അതും തുടരുകയാണ്. ഇനി വൈകിയും രാത്രി വൈകിയും വോട്ട് തേടുക എന്ന് തന്നെയാണ് സ്ഥാനാർത്ഥികളെയും മുന്നണികളെയും പറ്റി അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അത് തന്നെയാണ്. എന്തായാലും അവസാന നിമിഷം വരെ വോട്ട് തേടുക എന്ന് തന്നെയാണ് ഈ സ്ഥാനാർത്ഥികളും ലക്ഷ്യമിടുന്നത്. എന്തായാലും വയനാട്ടിൽ രാഹുൽ ഗാന്ധി ഒക്കെ വന്നതെല്ലാം തന്നെ വലിയ തന്നെ UDF ക്യാമ്പിന് വലിയ ആവേശങ്ങൾ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം കുട്ടിക്കലാശമെല്ലാം തന്നെ ആ രീതിയിൽ നടന്നു. വയനാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ പ്രധാനമായും ഉള്ള 3 മുന്നണികൾ LDFനെ സംബന്ധിച്ച് സത്യൻ മൊകേരി വളരെ സീനിയറായ നേതാവാണ്. സത്യൻ മൊകേരി മത്സരിക്കുന്നു. പ്രിയങ്ക ഗാന്ധി ആദ്യമായി മത്സരത്തിന് ഒരു തെരഞ്ഞെടുപ്പിന് ഇറങ്ങുന്നത് വയനാട് ലോക്സഭാ മണ്ഡലത്തിലാണ്. UDF സ്ഥാനാർത്ഥി പ്രിയങ്ക ഗാന്ധിയാണ്. നവ്യ ഹരിദാസ് NDAക്ക് വേണ്ടി ഒരു പുതുമുഖം അവിടെ മത്സരിക്കുന്നു. ആ രീതിയിൽ വയനാട്ടിൽ ഒരു തരംഗമുണ്ടാകുക എന്ന് തന്നെയാണ് ആ തെരഞ്ഞെടുപ്പിനെ പ്രധാനമായും UDF തങ്ങളുടെ സിറ്റിംഗ് സീറ്റിലൂടെ ലക്ഷ്യമിടുന്നത്. എന്തായാലും വയനാടിനെ കുറിച്ച് KC ഉണ്ണികൃഷ്ണൻ പറയുമ്പോൾ എനിക്ക് അതിന്റെ ഇടയിൽ കയറി പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഇന്ന് UDF സ്ഥാനാർത്ഥിയായിട്ടുള്ള പ്രിയങ്ക ഗാന്ധിക്കെതിരെ ഒരു പരാതി വന്നിട്ടുണ്ട്. ആരാധനാലയങ്ങളും മതചിഹ്നങ്ങളും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഉപയോഗിച്ചു എന്ന് ആരോപിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിരിക്കുകയാണ്. ഇന്ന് സ്വാഭാവികമായിട്ടും ഇത്തരത്തിൽ ഉപതെരഞ്ഞെടുപ്പുകളുടെ ആവട്ടെ യഥാർത്ഥ തെരഞ്ഞെടുപ്പുകളുടേതാവട്ടെ തലേ ദിവസം വരെയും ആ രീതിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുക, ആ പരാതി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിക്കുമോ ഇല്ലയോ എന്നുള്ളതൊന്നും വിഷയമല്ല. മറിച്ച് അങ്ങനെ ഒരു പരാതി നൽകുമ്പോൾ അതുകൂടി ജനങ്ങളുടെ മനസ്സിലേക്ക് ഒരു ഇഞ്ചക്ഷനായിട്ട് കുത്തിവെക്കപ്പെട്ട് അത് വോട്ടിങ്ങിനെ ബാധിക്കുമോ എന്നൊക്കെ ഉപയോഗപ്പെടുത്താൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ശ്രമം നടത്തിക്കൊണ്ടിരിക്കും. അതിന്റെ ഭാഗമാണോ അല്ലയോ എന്നുള്ളത് നമുക്കറിയില്ല. എന്തായാലും പ്രിയങ്ക ഗാന്ധിക്കെതിരെ ആ രീതിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഒരു പരാതി ലഭിച്ചിട്ടുണ്ട്. ആ പരാതി എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം പള്ളിക്കുന്ന് ദേവാലയത്തിലൊക്കെ എത്തിയിട്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനെത്തിയ പ്രിയങ്ക ഗാന്ധി അവിടെ ദേവാലയത്തിന്റെ അകത്ത് വൈദികരുടെയും സന്യസ്തരുടെയും വിശ്വാസികളുടെയും ഒക്കെ സാന്നിധ്യത്തിൽ പ്രാർത്ഥന നടത്തുകയുണ്ടായി. അതിന്റെ വീഡിയോകളും ചിത്രങ്ങളും പുറത്തു വന്നത് മനഃപൂർവ്വം അതിനുവേണ്ടി പ്രചരിപ്പിച്ചതാണ് എന്നുള്ളതിലേക്കുള്ള ഒരു പരാതി വന്നിരിക്കുന്നു. ഇതേപോലെ സമാനമായ മറ്റ് പരാതികളും ഇന്ന് രാത്രിയും ഒക്കെ ആയിട്ട് ഉണ്ടാവും. KC ഉണ്ണികൃഷ്ണൻ. തീർച്ചയായും MS സൂചിപ്പിച്ച പോലെ തന്നെ ഈ ആരാധനാലയങ്ങളെ മറയാക്കി പ്രചാരണം നടത്തി എന്ന രീതിയിലുള്ള കാര്യങ്ങൾ, ഈ മതചിഹ്നം അടക്കമുള്ള വിഷയങ്ങളെല്ലാം തന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലടക്കം അത് സജീവമായ കാര്യമാണ്, കൂടുതൽ ചർച്ചയായ കാര്യമാണ്, ആരോപണമായി വലിയ ചർച്ചയായി വന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പ് നാളെ നടക്കാനിരിക്കെ ഈ രീതിയിൽ ഒരു പരാതി വീണ്ടും വന്നിരിക്കുന്നു എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. അതോടൊപ്പം തന്നെ ഈ കർണാടകയിൽ നിന്ന് മദ്യം ഒഴുക്കുന്നു കോൺഗ്രസ് എന്ന രീതിയിലുള്ള ചില ആരോപണങ്ങളെല്ലാം തന്നെ ഉണ്ടായിരുന്നു. അത് LDFന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. ഈ കർണാടകയിൽ നിന്ന് മദ്യവും പണവും ഒടുക്കുന്നു, ആ രീതിയിലുള്ള ഒരു ആരോപണങ്ങളെല്ലാം തന്നെ LDFന്റെ ഭാഗത്ത് നിന്ന് നേരത്തെ UDF സ്ഥാനാർത്ഥിക്കെതിരെ പെട്ടെന്ന് ഇടയിൽ കയറി പറയാൻ തോന്നുന്ന ഒരു കാര്യം പറയുന്നത്, പത്രം വായിക്കാത്ത അല്ലെങ്കിൽ ടെലിവിഷൻ കാണാത്ത സാമൂഹ്യ മാധ്യമങ്ങളും ഒക്കെ ഉപയോഗിക്കാത്ത പാവപ്പെട്ട മദ്യപരെ സംബന്ധിച്ചിട്ട് വലിയ നിരാശയുടെ സായാഹ്നമായിരിക്കും ഇന്ന്. പതിവ് പോലെ തങ്ങളുടെ ശരീരത്തിന്റെയും ആത്മാവിന്റെയും ദാഹം തീർക്കുന്നതിന് വേണ്ടി പരദാഹവുമായി ബിവറേസുകൾക്ക് മുമ്പിലെത്തിയ ചേലക്കരയിലെയും വയനാട്ടിലെയും പാവപ്പെട്ട മദ്യപരിൽ ചിലർക്ക് മദ്യം കിട്ടാതെ പോകേണ്ടി വന്നിരിക്കുന്നു. ഡ്രൈ ഡേ പ്രഖ്യാപിച്ചിരിക്കുകയാണ് എന്ന് അറിയാത്തവരെ സംബന്ധിച്ചിട്ട്, അറിയുന്നവരെ സംബന്ധിച്ചിട്ട് മുൻകൂട്ടി വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. എന്തായാലും ഡ്രൈ ഡേ ആവട്ടെ അല്ലാതിരിക്കട്ടെ, ഏറ്റവും വലിയ രാഷ്ട്രീയ ലഹരി എന്ന് പറയുന്നത് ഈ ഉപതെരഞ്ഞെടുപ്പ് ജനാധിപത്യത്തിന്റെ ഉത്സവമാണ് എന്ന് കരുതിക്കൊണ്ട് നാളെ പോളിംഗ് ബൂത്തുകളിലേക്ക് പോകാനുള്ളവർ തന്നെയല്ലേ KC ഉണ്ണികൃഷ്ണൻ?
തീർച്ചയായും അത് തന്നെയാണ് തങ്ങളുടെ അവകാശം വിനിയോഗിക്കുക എന്നത് തന്നെയാണ് ആ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള ആരോപണങ്ങളെല്ലാം തന്നെ വരുന്നു. ജനങ്ങൾ എങ്ങനെയാണ് അതിനെ മുഖവിലേക്ക് എടുക്കുക എന്നത് തന്നെയാണ് എന്തായാലും ഇതിനെല്ലാം തന്നെ അടിസ്ഥാനമായി വരുന്നത്. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഒരു വലിയ രീതിയിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങളെല്ലാം തന്നെ വയനാട്ടിൽ ചർച്ചയായിരുന്നു എന്നത് തന്നെയാണ്. ഈ കർണാടകയെ സംബന്ധിച്ച് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനമാണ്. അപ്പോൾ അവിടെ നിന്ന് കൂടുതൽ പണവും മദ്യവും എല്ലാം തന്നെ ഒഴുകുന്നു എന്നൊരു ആരോപണമായിരുന്നു പ്രധാനമായും അവിടെ ഉയർന്നൊരു കാര്യം. അതോടൊപ്പം തന്നെ സത്യൻ മൊകേരി ഉൾപ്പെടെ നേതാക്കൾ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് ഒരു വൈകാരികത മാത്രമാണ് വയനാട്ടിൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഉയർത്തുന്നത്, അല്ലാതെ മറ്റു കാര്യങ്ങളിലേക്ക് പോകുന്നില്ല എന്ന് തന്നെയാണ്. ആ രീതിയിലുള്ള വിമർശനങ്ങളെല്ലാം തന്നെ അന്ന് ഉണ്ടായിരുന്നു. എന്തായാലും അവർ അവിടെ എന്ത് സന്ദേശമാണ് നൽകുന്നത്? അല്ല, വീണ്ടും അവിടെ നിന്ന് ജയിച്ച് മറ്റൊരു സ്ഥലത്തേക്ക് പോയി കഴിഞ്ഞാൽ വീണ്ടും രാജിവെക്കുന്നു, വീണ്ടും തെരഞ്ഞെടുപ്പ് വരുന്നു, ആ രീതിയിലുള്ള സന്ദേശമല്ല നൽകുന്ന എന്ന രീതിയിലുള്ള വിമർശനങ്ങളെല്ലാം തന്നെ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അതേസമയം തന്നെ ഇന്ത്യ മുന്നണി എന്ന കാര്യം ഉയർത്തിക്കൊണ്ടായിരുന്നു അവിടെ NDA വിമർശനം ഉന്നയിച്ചത്. അതോടൊപ്പം തന്നെ ആ രീതിയിലായിരുന്നു അവരുടെ പ്രചരണം. സംസ്ഥാന സർക്കാരിനെതിരായ ആരോപണങ്ങളെല്ലാം തന്നെ അവിടെ ആയുധമാക്കുന്ന ഒരു സാഹചര്യം ഇതെല്ലാം തന്നെ അവിടെ ഉണ്ടായിരുന്നു. ഒരു കോൺഗ്രസ് ഇടതുപക്ഷ കൂട്ടുകെട്ട് എന്ന രീതിയിലുള്ള വിമർശനങ്ങളെല്ലാം തന്നെ BJPയുടെ ഭാഗത്ത് നിന്ന് അവിടെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ NDAയുടെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നു. നവ്യ ഹരിദാസ് വലിയ രീതിയിലുള്ള വിമർശനങ്ങളെല്ലാം തന്നെ നടത്തുന്നു. ആ രീതിയിലായിരുന്നു അവിടെ പ്രചരണം. എങ്കിൽ പോലും അവിടെ ശ്രദ്ധേയമായത് പ്രിയങ്ക ഗാന്ധിക്കൊപ്പം രാഹുൽ ഗാന്ധിയുടെ വരവ്, ആ രീതിയിൽ മലയാളത്തിലുള്ള പ്രസംഗങ്ങൾ, ആ രീതിയിലുള്ള പ്രതികരണങ്ങളെല്ലാം തന്നെ ഉണ്ടായിരുന്നു. പതിവ് പോലെ തന്നെ ആളുകളെ നേരിൽ കാണുന്നു, അതോടൊപ്പം തന്നെ വീടുകൾ സന്ദർശിക്കുന്നു, കുട്ടികളോട് സംസാരിക്കുന്നു. ആ രീതിയിൽ പ്രചരണം എല്ലാ തരത്തിൽ ഉള്ള പോലെ തന്നെ വാർത്തകൾ ഇടം നേടുന്ന രീതിയിൽ തന്നെയുള്ള പ്രചരണങ്ങളെല്ലാം തന്നെ അവിടെ UDFന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ ക്യാമ്പ് ചെയ്ത് അവിടെ പ്രചരണം നയിക്കുന്ന ഒരു സമീപനം ഇതെല്ലാം തന്നെ ഉണ്ടായിരുന്നു. ഇടതുപക്ഷത്തെ സംബന്ധിച്ച് സത്യൻ മൊകേരി എന്ന സീനിയർ നേതാവ്, CPയുടെ നേതാവ്, അദ്ദേഹം അവിടെ നേരത്തെ അവിടെ നിന്ന് മത്സരിച്ചിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം അവിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ വളരെ നിർണായകമായ ഒരു ഇലക്ഷൻ തന്നെയാണ്. എന്തായാലും ഒപ്പം നിൽക്കുമെന്ന ഒരു സന്ദേശം നൽകിക്കൊണ്ട് തന്നെയായിരുന്നു LDFന്റെ ഒരു പ്രചരണം. എന്തായാലും വയനാട്ടിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ 16 സ്ഥാനാർത്ഥികളാണ് അവിടെ മത്സരരംഗത്തുള്ളത്. മലപ്പുറം, കോഴിക്കോട്, അതോടൊപ്പം തന്നെ ജില്ലകൾ ഉൾപ്പെടുന്ന, വയനാടിന്റെ ഭാഗം കൂടി ഉൾപ്പെടുന്ന 3 ജില്ലകൾ ഉൾപ്പെടുന്ന ഒരു മണ്ഡലമാണ്, ലോക്സഭാ മണ്ഡലമാണ് വയനാട് എന്ന് പറയുന്നത്. കോൺഗ്രസിന് വലിയ ആധിപത്യമുള്ള ഒരു മണ്ഡലമാണ്. ഇതിന്റെ ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ ആ രീതിയിലുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം. എന്തായാലും നാളെ ബൂത്തിലേക്ക് എത്തുമ്പോൾ ജനങ്ങളുടെ പ്രതികരണം എങ്ങനെയാണെന്ന് നമുക്ക് അറിയേണ്ടതുണ്ട്. ആ രീതിയിൽ വലിയ ആത്മവിശ്വാസത്തിലാണ് മുന്നണികളും സ്ഥാനാർത്ഥികളും. ഇന്ന് അവസാന വോട്ടുറപ്പിക്കാനുള്ള ശ്രമത്തിലായിരുന്നു സത്യൻ മൊകേരി അടക്കമുള്ള സ്ഥാനാർത്ഥികളും നേതാക്കളും. അതോടൊപ്പം തന്നെ പ്രിയങ്ക ഗാന്ധിക്കൊപ്പം പ്രിയങ്ക ഗാന്ധി നേരത്തെ പറഞ്ഞിരുന്നു ഞാൻ തിരിച്ചു വരുമെന്ന്, കഴിഞ്ഞ ദിവസം പറഞ്ഞു, വളരെ വേഗം തന്നെ തിരിച്ചു വരുമെന്ന് പ്രിയങ്ക ഗാന്ധി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. കൊട്ടിക്കലാശത്തിൽ അങ്ങനെ പറഞ്ഞിട്ടാണ് ആ കൊട്ടിക്കലാശത്തിൽ നിന്ന് അവർ പിൻവാങ്ങിയത്. എന്തായാലും നേതാക്കളെല്ലാം തന്നെ പ്രിയങ്കയ്ക്ക് വേണ്ടി വോട്ട് തേടി അവസാന ദിവസം, അതായത് നിശബ്ദ പ്രചാരണത്തിലും ഒപ്പമുണ്ടായിരുന്നു. എന്തായാലും ആ തരംഗമെല്ലാം തന്നെ അവസാനിച്ച് ഇപ്പോൾ അവസാന മിനിറ്റുകളിലേക്കും അല്ലെങ്കിൽ മണിക്കൂറുകളിലേക്ക്, 12 മണിക്കൂറാണുള്ളത്, ആ മണിക്കൂറുകളിലേക്ക് കടക്കുമ്പോഴും ആ രീതിയിൽ അവസാന വോട്ടും ഉറപ്പിക്കാനുള്ള, വോട്ടർമാരെ നേരിൽക്കണ്ട അവസാന വോട്ട് ഉറപ്പിക്കാനുള്ള ഒരു ശ്രമത്തിലാണ് സ്ഥാനാർത്ഥികളും അതോടൊപ്പം തന്നെ പ്രവർത്തകരും ഉള്ളത്. എന്തായാലും രാവിലെ 7 മണിക്ക് തന്നെ അവിടെ വോട്ടെടുപ്പ് ആരംഭിക്കും. വലിയ രീതിയിലുള്ള സുരക്ഷാ സന്നാഹങ്ങളെല്ലാം തന്നെ ഒരുക്കിയിട്ടുണ്ട്, വലിയ സുരക്ഷയുണ്ട്. അതോടൊപ്പം തന്നെ ബൂത്തുകളെല്ലാം തന്നെ ക്രമീകരിച്ചിട്ടുണ്ട്. മോക്ക് പോളിംഗ് അടക്കമുള്ള പരിപാടികളെല്ലാം തന്നെ രാവിലെ നടക്കും. ആ രീതിയിലുള്ള സംവിധാനങ്ങളെല്ലാം തന്നെ പൂർണ്ണ സജ്ജമാണ്, സുരക്ഷ പൂർണ്ണ സജ്ജമാണ്. ഇതെല്ലാം തന്നെ വിലയിരുത്താനായി വലിയൊരു സംഘം, പോലീസ് അടക്കമുള്ള ഉദ്യോഗസ്ഥരടക്കം അവിടെ ഉണ്ട്. എന്തായാലും രാവിലെ 7 മണിക്ക് തന്നെ അവിടെ വോട്ടെടുപ്പ് ആരംഭിക്കും. ഇനി നമുക്ക് ചേലക്കരയിലേക്ക് വന്നു കഴിഞ്ഞാൽ, ചേലക്കരയെ സംബന്ധിച്ച് ഒരു ഇടതിന്റെ കോട്ട എന്ന് തന്നെയാണ് ചേലക്കരയെ വിശേഷിപ്പിച്ചുകൊണ്ടിരുന്നത്. K. രാധാകൃഷ്ണൻ എന്ന നേതാവ് വലിയ ഒരു വിജയം നേടിയ ഒരു മണ്ഡലം. അദ്ദേഹം അവിടുന്ന് മന്ത്രിയായിരിക്കുകയാണ്. അദ്ദേഹത്തിന് ലോക്സഭാ മണ്ഡലത്തിലേക്ക് പോകുന്നത്, അവിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് സ്ഥാനാർത്ഥിയാവുന്നത്. പിന്നീട് ആ മന്ത്രിസ്ഥാനം വെച്ചതിനെ തുടർന്നാണ് അവിടെ ഒരു തെരഞ്ഞെടുപ്പ് വരുന്നത്. തുടർന്ന് നേരത്തെ അദ്ദേഹത്തിന് പിൻഗാമിയായി നേരത്തെ അവിടെ വിജയിച്ച UR പ്രദീപിനെ ഇടതുപക്ഷം അവതരിപ്പിക്കുന്നു. വലിയ ഒരു ജനസ്വാധീനമുള്ള നേതാവെന്ന് തന്നെയാണ് LDF അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ UDFനെ സംബന്ധിച്ച് രമ്യ ഹരിദാസ് പഴയ MP ആണ്, മുൻ MP ആണ്. അവിടെ വലിയ ഒരു സ്വാധീനമുള്ള ഒരു നേതാവെന്ന രീതിയിൽ തന്നെയാണ്, ഒരു പാട്ടും പാടി ജയിക്കുമെന്ന ഒരു വിശേഷണമൊക്കെ നേരത്തെ ആദ്യം രമ്യ ഹരിദാസിനെ സംബന്ധിച്ച് കോൺഗ്രസിന് ഉണ്ടായിരുന്നു. ആ രീതിയിൽ രമ്യ ഹരിദാസിന് വലിയൊരു മേൽക്കൈ ഉണ്ടാവുന്ന പ്രതീക്ഷയിലാണ് UDF രമ്യ ഹരിദാസിനെ അവിടെ അവതരിപ്പിച്ചത്. എന്തായാലും അതോടൊപ്പം തന്നെ K. ബാലകൃഷ്ണൻ എന്ന ഒരു BJP നേതാവ്, NDAയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവിനെ അവർ ചേലക്കരയിൽ അവതരിപ്പിച്ചിരിക്കുന്നു. ആ രീതിയിൽ ഒരു ത്രികോണ മത്സരം എന്ന രീതിയിൽ തന്നെയാണ് ചേലക്കരയും കാണുന്നത്. എന്തായാലും ചേലക്കരയിൽ
എന്തായാലും വലിയ വാശിയേറിയ ഒരു പോരാട്ടത്തിന് തന്നെയാണ് കളമൊരുങ്ങിയത്. എന്തായാലും ഒരു ചുവന്ന കോട്ട അത് അവിടെ ആധിപത്യം തുടരുക എന്ന് തന്നെയാണ് LDF ലക്ഷ്യമിടുന്നത്. UDF സംബന്ധിച്ച് രമ്യ ഹരിദാസിലൂടെ മണ്ഡലം പിടിച്ചെടുക്കുക, NDA സംബന്ധിച്ച് 2 സ്ഥാനാർത്ഥികളെ മാറ്റി നിർത്തിക്കൊണ്ട് അവിടെ വലിയൊരു വിജയം നേടുക, പിടിച്ചെടുക്കുക എന്ന ഒരു ആധിപത്യം തന്നെയാണ് അവിടെ ഈ NDAയ്ക്കും ഉള്ളത്. എന്തായാലും വലിയ വിഷയങ്ങളെല്ലാം തന്നെ ചർച്ചയായ ഒരു തെരഞ്ഞെടുപ്പ് കാലമാണ്. ചേലക്കരയെ സംബന്ധിച്ച് ഇന്നും വലിയ വിഷയങ്ങളെല്ലാം തന്നെ ഉണ്ടാകുന്നു. ഒരു കള്ളപ്പണം പിടിച്ച നടക്കമുള്ള വിഷയങ്ങളെല്ലാം വിവിധങ്ങളായിട്ടുള്ള വിഷയങ്ങളെ കുറിച്ച് ഉണ്ണികൃഷ്ണൻ പറഞ്ഞതുകൊണ്ട് ഞാൻ ഈ 2 ഉപതെരഞ്ഞെടുപ്പുകൾ നാളെ നടക്കാനിരിക്കെ വാസ്തവത്തിൽ 3 നടക്കേണ്ടതായിരുന്നു. കൽപ്പാത്തി രഥോത്സവം നാളെ അല്ലായിരുന്നുവെങ്കിൽ നാളെ പാലക്കാടും നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് നടക്കേണ്ടതായിരുന്നു. നാളെ ഇങ്ങനെ വോട്ടെടുപ്പിന്റെ ലഹരിയുമായിട്ട് നമ്മൾ ക്യാമറകളുമായിട്ട് ഈ ചേലക്കരയിലേക്കും വയനാട്ടിലേക്കും പോകുമ്പോൾ ഓർക്കണം, കൽപ്പാത്തിയിൽ നാളെ രഥോത്സവമാണ്. കൽപ്പാത്തിയിൽ രഥോത്സവം നടക്കുന്ന അതേ ഇടത്ത് തന്നെ ഇനി അവിടെ വോട്ടെടുപ്പ് കൂടി നടക്കാനുണ്ട്. വാസ്തവത്തിൽ കൽപ്പാത്തിയിലെ രഥോത്സവം എന്ന് പറയുന്നത് കഴിഞ്ഞ മുൻ വർഷങ്ങളിലൊക്കെ കേരള വിഷൻ ന്യൂസ് തുടർച്ചയായിട്ട് തത്സമയ സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന പാലക്കാട്ടെ സാംസ്കാരികോത്സവമാണ്. നാളെ പക്ഷേ രാഷ്ട്രീയോത്സവം കൂടി വരുന്നു വയനാട്ടിൽ നിന്നും അതേപോലെ തന്നെ ചേലക്കരയിൽ നിന്നും. അങ്ങനെ വയനാട്ടിലെ രാഷ്ട്രീയോത്സവത്തെയും അതേപോലെ ചേലക്കരയിലെ രാഷ്ട്രീയ ഉപതെരഞ്ഞെടുപ്പ് ഉത്സവത്തെയും കാണിക്കുന്നതിനോടൊപ്പം തന്നെ കേരള വിഷൻ ന്യൂസ് നാളെ മുതൽ ഈ കൽപ്പാത്തി രഥോത്സവം അവസാനിക്കുന്ന ദിവസം വരെയും തുടർച്ചയായിട്ട് അതിൻ്റെ തത്സമയ സംപ്രേഷണം ഇതിനോടൊപ്പം തന്നെ സമാന്തരമായിട്ട് നൽകും. കേരള വിഷൻ ന്യൂസിൻ്റെ സാമൂഹ്യ മാധ്യമങ്ങളായിട്ടുള്ള യൂട്യൂബ് അടക്കമുള്ളവ, ഫേസ്ബുക്ക് അടക്കമുള്ളവയിൽ തത്സമയം സമ്പൂർണ്ണമായിട്ടും രഥോത്സവം കാണിക്കുകയും ചെയ്യും. കാരണം നാളത്തെ രഥോത്സവത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അവിടെ പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണം നടക്കുന്നത് കൊണ്ട് തന്നെ സ്ഥാനാർത്ഥികളടക്കമുള്ളവർ തങ്ങൾ രഥോത്സവത്തിനൊപ്പമാണ് എന്ന് കാണിക്കുന്നതിന് വേണ്ടിയെങ്കിലും ആ രഥോത്സവ വേദികളിൽ എത്തുകയും അവിടുത്തെ ആഹ്ലാദങ്ങളിലും ആഘോഷങ്ങളിലും പങ്കെടുക്കുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ രഥോത്സവം ആയി കൂടി അത് മാറാൻ സാധ്യതയുണ്ട്. എങ്കിലും ഈ നിമിഷങ്ങളിൽ നമ്മുടെ മുന്നിലുള്ളത് ജനാധിപത്യത്തിൻ്റെ ഉത്സവം നാളെ ചേലക്കരയിലും അതേപോലെ തന്നെ വയനാട്ടിലും നടക്കുമെന്നുള്ളതാണ്. KC ഉണ്ണികൃഷ്ണൻ വിവിധങ്ങളായ വിഷയങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേദികളിൽ രാഷ്ട്രീയ നേതാക്കൾ ഉയർത്തിയെന്ന് പറഞ്ഞെങ്കിലും രാഷ്ട്രീയ നേതാക്കൾ പ്രചാരണ വേദിയിൽ ഉയർത്തിയില്ലെങ്കിൽ പോലും ജനങ്ങളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ചില വിഷയങ്ങളുണ്ടായിരുന്നു ഈ കഴിഞ്ഞ നാളുകളിലായിട്ട്. ജനത്തെ സംബന്ധിച്ചിട്ട് രാഷ്ട്രീയ നേതാക്കൾക്കും സ്ഥാനാർത്ഥികൾക്കുമുള്ള ഒരു വലിയ പ്രതീക്ഷ എന്ന് പറയുന്നത് അവർ പല കാര്യങ്ങളും മറക്കും എന്നുള്ള ഒരു ചിന്താഗതിയാണ്. അങ്ങനെ പോളിംഗ് ബൂത്തിലേക്ക് എത്തുമ്പോഴേക്കും പല പഴയ കാര്യങ്ങളും മറക്കുകയും തങ്ങൾക്ക് അനുകൂലമായ കാര്യങ്ങൾ മാത്രം ഓർക്കുകയും ചെയ്യുന്ന രീതിയിൽ ജനങ്ങളുടെ ഓർമ്മയന്ത്രം പ്രവർത്തിക്കണം എന്നുള്ളതാണ് സ്ഥാനാർത്ഥികളുടെയൊക്കെ വിചാരം എന്ന് പറയുന്നത്. പക്ഷേ ആരൊക്കെ എത്രയൊക്കെ മറവിയിലേക്ക് തള്ളിയിടാൻ ശ്രമിച്ചാലും ഓർമ്മയിൽ നിൽക്കുന്ന പല പല കാര്യങ്ങളും നാളെ വോട്ടർമാരുടെ മനസ്സിലേക്ക് വരേണ്ടതുണ്ട്. വയനാട്ടിലെ ജനതയെ സംബന്ധിച്ചിട്ട് വലിയൊരു ദുരന്തം നടന്നിരിക്കുന്നു. ആ ദുരന്തത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് വേണ്ടത്ര സഹായം പോയിട്ട് ഒരു ഇടപെടൽ പോലും ഉണ്ടായിട്ടില്ല എന്ന് ഭരണകക്ഷിയായ LDFും പ്രതിപക്ഷമായ UDFും ആരോപണം ഉയർത്തുന്നു. വയനാട് ജനത അതിനെ എങ്ങനെയാണ് കാണുന്നത് എന്നതടക്കമുള്ള നിരവധി വിഷയങ്ങൾ. രാഹുൽ ഗാന്ധി അവിടെ MP ആയിരുന്നു. MP ആയിരുന്ന സമയത്ത് എന്ത് ചെയ്തു എന്നുള്ള ചോദ്യം CPIയും LDFും ഉയർത്തുന്നുണ്ട്. രാഹുൽ ഗാന്ധി ചെയ്ത കാര്യങ്ങളെ അക്കമിട്ട് അവിടെ UDF നിരത്തുന്നുണ്ട്. അതേപോലെ തന്നെ കള്ളപ്പണ വിവാദങ്ങൾ, ട്രോളി വിവാദങ്ങൾ അതടക്കമുള്ളവ ചേലക്കരയിലും പാലക്കാട്ട് എന്നുള്ള അനുരണനങ്ങളായിട്ട് വരുന്നു. അങ്ങനെ ഈ ഉപതെരഞ്ഞെടുപ്പിൽ ഏതൊക്കെ വിഷയങ്ങളാണ് ഒന്നിനു പിറകെ ഒന്നൊന്നായിട്ട് നമ്മൾക്ക് ഓർത്ത് പറയാൻ കഴിയുക KC ഉണ്ണികൃഷ്ണൻ? MS അതിലേറ്റവും പ്രധാനപ്പെട്ടത് DMK എന്നൊരു പാർട്ടിയുടെ ഒരു ഫോർമേഷൻ തന്നെയാണ്. ആ പാർട്ടിയുടെ രൂപീകരണം എന്ന് പറയുന്നത് PV അൻവറിന്റെ ചില വിവാദ വിഷയങ്ങൾ, അതോടൊപ്പം തന്നെ ചില പ്രതികരണങ്ങൾ, ഇതെല്ലാം തന്നെ വലിയ ചർച്ചയാവുന്ന ഒരു സാഹചര്യം. തുടർന്ന് തെരഞ്ഞെടുപ്പ് വരുന്നു. ആ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്നൊരു പ്രഖ്യാപനം DMKയുടെ ഭാഗത്ത്, ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള എന്നാണ് PV അൻവർ LDFിൽ നിന്ന് തെറ്റി പിരിഞ്ഞ് PV അൻവർ രൂപീകരിച്ചൊരു പാർട്ടി സർക്കാരിനെതിരെ, മുഖ്യമന്ത്രിക്കെതിരെ, അതോടൊപ്പം തന്നെ ADGP MR അജിത് കുമാറിനെതിരെയെല്ലാം തന്നെ വലിയ വിമർശനങ്ങളെല്ലാം തന്നെ ഉണ്ടായ ഒരു കാലഘട്ടം. അതിനുശേഷമാണ് ഈ തെരഞ്ഞെടുപ്പ് വരുന്നത്. ആ തെരഞ്ഞെടുപ്പിലും വലിയ രീതിയിൽ ചർച്ചയാകുന്ന ഒരു വിഷയമാണ് തന്നെയായിരുന്നു ഈ PV അൻവറിന്റെ ആരോപണങ്ങൾ. ഇതെല്ലാം തന്നെ സജീവമാവുന്ന സാഹചര്യം. PV അൻവർ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നു, സ്ഥാനാർത്ഥിയെ പിൻവലിക്കുന്നു, ഇതെല്ലാം തന്നെ ഉണ്ട്. വയനാട്ടിൽ കോൺഗ്രസിന് അല്ലെങ്കിൽ UDFിന് വലിയ പിന്തുണ നൽകുന്നു. ഇതെല്ലാം തന്നെ അദ്ദേഹത്തിന്റെ പ്രഖ്യാപനങ്ങളെല്ലാം തന്നെ സജീവമായി വരുന്നു. ഇതെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയായിരുന്നു. എന്തായാലും DMKയുടെ രൂപീകരണവും പുലിയെ പോലെ വന്ന അൻവർ ഇപ്പോഴും പുലിയെ പോലെ തന്നെ നിൽക്കുന്നുണ്ടോ അതോ എലിയായി പോയോ എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ കൂടി മനസ്സിൽ വരേണ്ടതുണ്ട്. ഇന്ന് തന്നെ PV അൻവർ
ചേലക്കരയിൽ ഒരു ഹോട്ടലിൽ വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥർ അതിനെ ചട്ടലംഘനമാണെന്ന് പറഞ്ഞ് തടസ്സപ്പെടുത്തിയപ്പോൾ ക്ഷുഭിതനായിക്കൊണ്ട് PV അൻവർ ചോദിച്ചത്, എന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വായ പോയ കോടാലി എന്നല്ലേ പറയുന്നത്, അങ്ങനെ വായ പോയ കോടാലിയാണെങ്കിൽ പിന്നെ ഞാൻ നടത്തുന്ന വാർത്താ സമ്മേളനത്തിന്റെ വായടപ്പിക്കാൻ വരുന്നത് എന്തിന് എന്നുള്ള ചോദ്യം ചോദിക്കുകയും ചെയ്തിരുന്നു. അതിനിടയ്ക്ക് KC ഉണ്ണികൃഷ്ണനിൽ നിന്ന് ഞാൻ നമ്മുടെ തൃശ്ശൂരിലെ റിപ്പോർട്ടർ അനീഷ് ആന്റണിയിലേക്ക് പോകുന്നു. എനിക്കൊരു സംശയം ചോദിക്കാനുള്ളത് കൊണ്ടാണ് അനീഷ് ആന്റണിയിലേക്ക് പോകുന്നത്. അത് KC ഉണ്ണികൃഷ്ണൻ കൂടി കേൾക്കണം. അതായത് ഇന്ന് ചേലക്കരയിൽ രാവിലെ 19 ലക്ഷം ഒപ്പം 70,000 രൂപ 19,70,000 രൂപ പിടിക്കപ്പെട്ടു രേഖകളില്ലാതെ. അത് ചേലക്കര നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ CPIM-ന് വേണ്ടിയാണ് എന്നുള്ള നിലയ്ക്ക് ചില കോൺഗ്രസ് പ്രവർത്തകരൊക്കെ ആരോപണം ഉന്നയിക്കുകയൊക്കെ ചെയ്തിരുന്നു. പിന്നീട് വൈകിട്ടായപ്പോഴേക്കും അത് ഒരു കള്ളപ്പണവുമല്ല, കൃത്യമായ രേഖകളോടുകൂടി ഒരു മനുഷ്യൻ തൻ്റെ വീട് നിർമ്മിക്കുന്നതിന് വേണ്ടി രേഖാമൂലം കൊണ്ടുവന്ന പണമായിരുന്നു എന്ന് അനീഷ് ആന്റണി തൃശ്ശൂരിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ വാർത്തയ്ക്ക് തൊട്ടുപിറകെ അടുത്തതായിട്ട് എനിക്ക് വായിക്കാനിരിക്കുന്ന വാർത്ത ഇങ്ങനെയാണ്: ചേലക്കരയിലെ ചെറുതുരുത്തിയിൽ 19,70,000 രൂപ എത്തിച്ചത് CPIM-ന് വേണ്ടിയാണെന്ന് കോൺഗ്രസ് നേതാവും മുൻ MLA-യുമായ അനിൽ അക്കര പറഞ്ഞിരിക്കുന്നു. ഇതിന് പിന്നിൽ ഷൊർണൂർ നഗരസഭാ ചെയർമാൻ MR മുരളിയാണ് എന്ന് രഹസ്യ വിവരം ലഭിച്ചതായും അനിൽ അക്കര പറഞ്ഞിരിക്കുന്നു. കരുവന്നൂർ കേസിലെ പ്രതികളുടെ ഉറ്റ ചങ്ങാതിയാണ് പിടിയിലായ ജയൻ എന്ന് പറഞ്ഞിരിക്കുന്നു. പണം കൊണ്ടുവന്നത് ചേലക്കരയിലെ പട്ടികജാതി കോളനികളിൽ വിതരണം ചെയ്യാനാണെന്നും അനിൽ അക്കര ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു. എന്നാൽ 6 മണിയുടെ വാർത്തയിൽ ഞങ്ങളുടെ തൃശ്ശൂരിലെ റിപ്പോർട്ടർ അനീഷ് ആന്റണിയോട് ഞാൻ ചോദിക്കുകയുണ്ടായി, ജയൻ എന്ന് പറയുന്ന ആ വ്യക്തി വീട് പണിക്ക് വേണ്ടി കൊണ്ടുവന്നതാണ് എന്ന് കണക്കുകൾ സഹിതം രേഖാമൂലം അത് പറഞ്ഞ സ്ഥിതിക്ക് ആ പണം ഒരു നിഷ്കളങ്ക പണമായി മാറിയല്ലേ, അത് അങ്ങനെ തന്നെ കരുതാമെന്നാണ് നമ്മളെ അനീഷ് ആന്റണി സൂചിപ്പിച്ചത്. പക്ഷേ ഇപ്പോൾ അനിലക്കര പറയുന്നു അത് CPIM-ന് വേണ്ടി തന്നെയാണെന്ന്. ഇതിനെ എങ്ങനെ നമ്മൾക്ക് കാണാൻ കഴിയും അനീഷ് ആന്റണി? മനേഷ്, ഞാൻ 6 മണിക്ക് പറഞ്ഞ അതേ കാര്യം തന്നെയാണ് എനിക്കിപ്പോഴും പറയാനുള്ളത്. കാരണം ഈ പണം രേഖകൾ ഉള്ള പണമാണ്, ബാങ്കിൽ നിന്നും പിൻവലിച്ച പണമാണ്. ഈ അനിലക്കര വാർത്താ സമ്മേളനം നടത്തിയത് ഈ ജയന്റെ കൊളപ്പുള്ളിയിലെ വീട്ടിൽ പരിശോധന നടത്തുന്നതിന് മുൻപായിരുന്നു. വടക്കാഞ്ചേരിയിലെ കോൺഗ്രസ് ഓഫീസിൽ ഇത്തരത്തിലൊരു ആരോപണമൊക്കെ ഉന്നയിച്ച് വാർത്താ സമ്മേളനം നടത്തിയത് CPM-ന് വേണ്ടി കൊണ്ടുവന്ന പണമാണ്. ഈ പറഞ്ഞ പോലെ ഷൊർണൂർ നഗരസഭ അവിടുത്തെ ചെയർമാന്റെ ഉറ്റ സുഹൃത്താണ് CPM-ന് വേണ്ടി അവിടെ മണ്ഡലത്തിൽ വിതരണം ചെയ്യാനായി എത്തിച്ച പണമാണ് എന്ന തരത്തിലുള്ള ആരോപണമൊക്കെ അതിന് മുൻപ് ഉന്നയിച്ചതാണ്. അതിനുശേഷമാണ് ഈ ഇത്തരത്തിൽ 3:30-ഓടെ ഈ ഷൊർണൂർ കൊളപ്പുള്ളിയിലുള്ള ഈ ജയന്റെ വീട്ടിൽ ഈ ഇൻകം ടാക്സും അതുപോലെ പോലീസും തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ പരിശോധന നടത്തി 5 ലക്ഷം രൂപ കണ്ടെത്തുന്നതും പരിശോധനയ്ക്കൊടുവിൽ ഈ പണം തിരികെ ജയന് തന്നെ നൽകി അവിടെ നിന്നും ഈ പരിശോധന സംഘം മടങ്ങുന്നതുമല്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, 6 മണിയുടെ വാർത്തയിൽ സൂചിപ്പിച്ചിരുന്നു, രാവിലെ പിടികൂടിയ 19,70,000 രൂപ പിടികൂടിയ സമയത്ത് തന്നെ ഈ ജയൻ ഈ തെരഞ്ഞെടുപ്പ് സ്ക്വാഡ് അംഗങ്ങൾക്ക് ബാങ്കിൽ നിന്നും ഈ 25 ലക്ഷം രൂപ പിൻവലിച്ചതിന്റെ രേഖ രാവിലെ തന്നെ കാണിച്ചിരുന്നു. എങ്കിൽ കൂടിയും ഈ പണം എങ്ങോട്ട് കൊണ്ടുപോയി, ഇതിൽ കൂടുതൽ പണം ജയന്റെ വീട്ടിലുണ്ടോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കാൻ വേണ്ടിയായിരുന്നു ഈ ഇൻകം ടാക്സും അതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരും പോലീസും ഉൾപ്പെടെ ചേർന്ന് ജയന്റെ വീട്ടിൽ വൈകിട്ട് 3:30-ഓടെ പരിശോധന ആരംഭിച്ചത്. ഈ പരിശോധനയിൽ 5 ലക്ഷം രൂപ മാത്രമാണ് അവിടെ നിന്നും കണ്ടെടുത്തത്. ഈ ജയൻ പറയുന്നത് സത്യസന്ധമായ വാക്കുകളാണെങ്കിൽ ഈ ബാങ്കിൽ നിന്നും പിൻവലിച്ച 25 ലക്ഷത്തിൽ അധികം 1 രൂപ പോലും ഈ അന്വേഷണ സംഘത്തിന് അല്ലെങ്കിൽ ഈ പരിശോധനാ സംഘത്തിന് കണ്ടെടുക്കാനായില്ല. ഒരുപക്ഷെ ഈ പണത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ജയൻ പറഞ്ഞ അല്ലെങ്കിൽ ജയൻ ബാങ്കിൽ നിന്നും പിൻവലിച്ചതാണെന്ന് പറഞ്ഞ ആ ഒരു മൊഴിയിൽ എന്തെങ്കിലും ഒരു വൈരുദ്ധ്യം ഉണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം ഈ 5 ലക്ഷം രൂപ കൂടി ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥർ കണ്ടെടുക്കുമായിരുന്നു. പക്ഷെ അങ്ങനെ സംഭവിച്ചില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഈ പണം രേഖകളുള്ള പണമാണ് എന്ന്. അല്ലെങ്കിൽ ഒരുപക്ഷെ ഈ 5 ലക്ഷം രൂപ കൂടി ഈ ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥർ പിടികൂടി അവിടെ നിന്നും കൊണ്ടുപോകുമായിരുന്നു. പക്ഷെ അങ്ങനെ സംഭവിച്ചില്ല. പണം തിരികെ ജയന് തന്നെ നൽകി. ഈ 19,70,000 രൂപ ഈ നിമിഷം വരെയും തിരികെ നൽകിയിട്ടില്ല. അതിനൊരു കാരണമുണ്ട്. കാരണം ഈ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം എല്ലാം നിൽക്കുമ്പോൾ ഈ ഇത്രയും അധികം പണം വാഹനത്തിൽ ക്യാഷ് രൂപേണ കൊണ്ടുപോകുന്നത് പല നിയമ തടസ്സങ്ങളും ഉണ്ട്. അതുകൊണ്ടാണ് ഈ പണം ഇപ്പോഴും അന്വേഷണം ഈ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുടെ പക്കൽ പിടികൂടി വെച്ചിട്ടുള്ളത്. അതിന് അതിൻ്റെതായ നടപടിക്രമങ്ങളും നിയമ നടപടികളും എല്ലാം ഉണ്ട്. അതിനുശേഷം ഒരു പക്ഷത്തിൽ തിരികെ ഈ പണവും കൂടി നൽകുമായിരിക്കും. എന്തായാലും ഈ 25 പിടികൂടിയ പണം 25 ലക്ഷം രൂപയിൽ കൂടുതൽ കാറിൽ നിന്നും വീട്ടിൽ നിന്നും കണ്ടെടുക്കാനായില്ല.
എന്നത് വേണം നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ. അപ്പോൾ ഈ ആരോപണങ്ങളെല്ലാം തികച്ചും രാഷ്ട്രീയ പ്രേരിതമാണെന്ന് വേണം മനസ്സിലായി. രാവിലെ തന്നെ CPM-ന്റെ ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന് എത്തിച്ച പണമാണ് ഇതെന്ന് ഉള്ള ഒരു തരത്തിലുള്ള ഒരു പ്രസ്താവനയെല്ലാം വന്നിരുന്നു. അതിന് പിന്നാലെയാണ് മുൻ MLA അനിൽ അക്കര ഇത്തരത്തിൽ ഇത് കോൺഗ്രസിന് എത്തിച്ച പണമല്ല CPM-ന് എത്തിച്ച പണമാണെന്നും ഇദ്ദേഹം ഈ CC ജയൻ എന്ന് പറയുന്ന ആള് ഷൊർണൂരിലെ പ്രാദേശിക CPM നേതാക്കളുടെ ഉറ്റ സുഹൃത്താണ്, ഉറ്റ ബന്ധം കാത്തു സൂക്ഷിക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ ഈ പണം CPM-നായി എത്തിച്ച പണമാണെന്നുള്ള വിവരം തനിക്ക് ലഭിച്ചു എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി അനിൽ അക്കര വാർത്താ സമ്മേളനം നടത്തി. എന്നാൽ അതിനുശേഷമാണ് ഇത്തരത്തിലൊരു പരിശോധന നടത്തുകയും 5 ലക്ഷം രൂപ കണ്ടെടുക്കുകയും ഈ 5 ലക്ഷം രൂപ തിരികെ ജയന് തന്നെ നൽകുകയും ഈ പരിശോധനയ്ക്ക് എത്തിയ ഉദ്യോഗസ്ഥർ അവിടെ നിന്ന് മടങ്ങുകയും ഒക്കെ ഉണ്ടായത്. മനേഷ്, ശരി, കിട്ടുന്ന ഒരവസരവും ഉപയോഗിക്കാതിരിക്കരുത്. കിട്ടുന്ന എല്ലാ അവസരവും ഈ വോട്ടെടുപ്പിന് ഇനി മണിക്കൂറുകൾ മാത്രം അവശേഷിക്കുന്ന ഈ രാത്രിയിലും തുടർന്നുകൊണ്ടേയിരിക്കണം എന്നുള്ളതാണ് മൂന്ന് മുന്നണികളുടെയും രാഷ്ട്രീയ നേതാക്കളുടെ ഇക്കാലത്തെ ഉടനീളം ചരിത്ര പാഠപുസ്തകങ്ങൾ പഠിപ്പിച്ച് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് ഒരു പ്രത്യേക സ്ഥലത്ത് നിന്ന് ഒരാൾ വീട് നിർമ്മാണത്തിന് വേണ്ടി കൊണ്ടുപോകുന്ന തുക അതിനുവേണ്ടിയാണ് എന്ന് അറിഞ്ഞാൽ പോലും അതിൽ നിന്ന് എന്തെങ്കിലും ഒരു വോട്ടെങ്കിലും കൂടുതൽ കിട്ടുകയാണെങ്കിൽ അത് കോൺഗ്രസിൻ്റെയോ അല്ലെങ്കിൽ BJP-യുടെയോ LDF-ന്റെയോ CPM-ന്റെയോ ഒക്കെ പേരിലേക്ക് ചാർത്തി കൊടുക്കുക എന്നുള്ളത് ഈ നിമിഷങ്ങളിലെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിന്റെ സത്യം മനസ്സിലാക്കാൻ വോട്ടർമാർക്ക് കഴിയണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. KC ഉണ്ണികൃഷ്ണൻ, നേരത്തെ PV അൻവർ MLA ഈ ഒരു തെരഞ്ഞെടുപ്പിൽ എന്തൊക്കെ സ്വാധീനമുണ്ടാക്കുമെന്ന് വോട്ടെടുപ്പ് കഴിഞ്ഞാൽ തിരിച്ചറിയാവുന്ന രീതിയിൽ ഒരു സാന്നിധ്യം PV അൻവർ MLA-ക്ക് ഉണ്ടായിട്ടുണ്ടോ? MS ആ രീതിയിൽ നമുക്ക് കരുതാനാവില്ല. എന്തായാലും വലിയൊരു ചാഞ്ചാട്ടം അല്ലെങ്കിൽ ഒരു അനക്കം ഉണ്ടായില്ല എന്ന് തന്നെയാണ് DMK-യുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. നിരവധി പേർ രാജിവെക്കുന്ന ഒരു സാഹചര്യം, ഈ സ്ഥാനാർത്ഥിയെ പിൻവലിച്ചതിന് പിന്നാലെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉണ്ടാവുന്നു പാർട്ടിക്കുള്ളിൽ നിന്ന്. ഒരു പാർട്ടി രൂപീകരിക്കുന്നു, ആ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഈ സ്ഥാനാർത്ഥിയെ പിൻവലിക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു വിമർശനം, ഇതെല്ലാം തന്നെ വലിയ രീതിയിലുള്ള ഒരു നേതാക്കളുടെ ഒരു കൊഴിഞ്ഞുപോക്ക് ഇതെല്ലാം ഉണ്ടായത്. അതോടൊപ്പം തന്നെ ഈ പുറത്തു നിന്ന് ആൾക്കാരെ കൊണ്ടുവന്നു, അതായത് ശക്തി കാണിക്കാനായിട്ട് പുറത്തുനിന്ന് ആൾക്കാരെ പണം കൊടുത്തു കൊണ്ടുവന്നു എന്ന രീതിയിലുള്ള വിവാദങ്ങളെല്ലാം തന്നെ PV അൻവറിനെ സംബന്ധിച്ചുണ്ടായിരുന്നു. അതെല്ലാം തന്നെ വലിയ രീതിയിൽ തന്നെ മുന്നണികളെല്ലാം തന്നെ ആയുധമാക്കുന്ന സാഹചര്യം എല്ലാം തന്നെ അന്ന് കണ്ടിരുന്നു. എന്തായാലും PV അൻവറിനെ സംബന്ധിച്ച് ഒരു DMK-യുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് ഈ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ വലിയൊരു സ്വാധീനമൊന്നും ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞില്ല എന്ന് തന്നെയാണ് നമ്മുടെ രാഷ്ട്രീയ, അതായത് കേരള രാഷ്ട്രീയത്തിൽ നിന്ന് കാണാൻ കഴിഞ്ഞത്. വലിയൊരു രീതിയിലുള്ള ഒരു ജനങ്ങൾ അത് ഏറ്റെടുത്തില്ല എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. എന്തായാലും ഒരു അപ്രതീക്ഷിതമായി എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് തന്നെയാണ് നമ്മളെല്ലാവരും നോക്കുന്നത്. ഈ DMK എന്ന് പറയുന്ന സ്വാധീനമുണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്ന തിരിച്ചറിവ് കൊണ്ടുകൂടിയാണോ എന്നറിയില്ല. ഈ അവസാന ദിവസവും നിശബ്ദ പ്രചാരണത്തിന്റെ ദിവസവും PV അൻവർ MLA ചേലക്കരയിൽ എത്തിയിട്ട് വാർത്താ സമ്മേളനം നടത്താൻ ശ്രമിക്കുകയും ആ വാർത്താ സമ്മേളനം തെരഞ്ഞെടുപ്പ് ചട്ടലംഘനമാണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഓഫീസ് ഇടപെടുകയും അൻവർ അവരോട് ക്ഷുഭിതമായി സംസാരിക്കുകയും അവസാനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥർക്ക് ചട്ടലംഘനത്തിന് നോട്ടീസ് നൽകിയിട്ട് അൻവറിനോട് നടപടിയെടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് പിരിഞ്ഞു പോകേണ്ടി വരികയും ചെയ്തത്. അതുകൊണ്ട് അൻവർ ഇന്ന് നടത്തിയ ആ വാർത്താ സമ്മേളനത്തിലെ ദൃശ്യങ്ങളും അദ്ദേഹത്തിന്റെ ക്ഷുഭിതമായ ചോദ്യങ്ങളും പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് തിരികെ വരാം. ഞങ്ങൾ മൂടും തട്ടി പോകാൻ വന്നവരല്ല. ഞങ്ങൾ കേരളത്തിലെ 140 മണ്ഡലങ്ങളിലും ഞങ്ങൾ ഈ പറഞ്ഞിട്ടുള്ള രാഷ്ട്രീയം ജനങ്ങളോടുമായി സംവദിക്കാനും ആ ഒരു രാഷ്ട്രീയ ഉൾത്തിരിവുണ്ടാക്കാനുമുള്ള പരിശ്രമത്തിലാണ്. വയലേഷൻ അല്ലല്ലോ, നിങ്ങൾ ചീഫ് ഓഫീസറോട് നല്ല സംസാരിച്ചാണല്ലോ. ഏത് ആക്ട് പ്രകാരം വയലേഷൻ ആക്ട് ചെയ്തു? അല്ല, യു റൈറ്റ് ഇറ്റ്. നോ. ഞങ്ങൾ എന്ത് ആക്ടാന്ന് കൂടി നിങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ. എന്താണ് വയലേറ്റ് ചെയ്യുന്നത്? ഏത് ആക്ടിന്റെ ഏത് റൂളിന്റെ അടിസ്ഥാനത്തിലാണ് വയലേറ്റ് ചെയ്യുന്നത്? യു ഷോ മീ ദ ആക്ട്, യു ഷോ മീ ദ ലോ. ഷോ മീ. വെറുതെ വന്നിട്ട് പിണറായി പറഞ്ഞു വിടുന്നതിന് വന്നാൽ നിങ്ങൾ വിവരം അറിയും. ഞങ്ങൾ കോടതിയിൽ പോവും. അല്ല, നിങ്ങൾ ഇലക്ഷൻ തന്നെ എല്ലാവർക്കും ഉള്ളതല്ലേ? അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ വന്ന്? അതൊന്ന് വായിക്കൂ, പത്രക്കാരൊന്ന് കേൾക്കട്ടെ. പ്രസ് കോൺഫറൻസ് നടത്താൻ പാടില്ല 40 years ബിഫോർ ആ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിന്നൊന്ന് വായിക്കൂ. അതുണ്ടെങ്കിൽ ഇപ്പൊ എണീക്കും ഞാൻ. നമുക്ക് പത്രസമ്മേളനം ചെറുതുരുത്തി പാലത്തിന്റെ അപ്പുറം നടത്താം. പാലത്തിന്റെ അപ്പുറത്തേക്ക് ദയവായിട്ട് നിങ്ങളൊന്ന് വന്നാൽ മതി. KC ഉണ്ണികൃഷ്ണൻ, മൂടും തട്ടി പോകാനല്ല ഞങ്ങൾ വന്നത് എന്നുകൂടിയാണ് ഇന്നത്തെ ഈ നിശബ്ദ പ്രചാരണത്തിന്റെ ദിവസം കൂടി ഒരു പ്രത്യേക പ്രദർശനത്തിലൂടെ മാധ്യമ ശ്രദ്ധ ആകർഷിക്കുന്ന രീതിയിൽ PV അൻവർ പറഞ്ഞിരിക്കുന്നത്. ഒപ്പം തന്നെ നമ്മൾക്ക് മറ്റ് ചില കാര്യങ്ങളിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. അതിൽ ചേലക്കരയിലെ രാഷ്ട്രീയ കാലാവസ്ഥയെ സംബന്ധിച്ചിട്ട് വലിയ ഒരു കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടാവും. അതിശക്തമായിട്ട് കാറ്റ് വീശും. ആ കാറ്റ് എന്ന് പറയുന്നത് കോൺഗ്രസിന് അനുകൂലമായ കാറ്റായിരിക്കുമെന്നാണ് ഇന്ന് കോൺഗ്രസ് നേതാവ് K മുരളീധരൻ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഓർക്കണം, ചേലക്കരയിലേക്ക് പാലക്കാട്ടേക്ക് പ്രചാരണത്തിന്
പ്രചാരണത്തിന് പ്രധാനപ്പെട്ട സമയങ്ങളിലൊന്നും ചെല്ലാതിരുന്ന കെ മുരളീധരൻ അവസാന ദിവസങ്ങളിൽ